എനിക്കൊരു 500 റിയാൽ കടം തരുമോ? കടയിൽ സാധനങ്ങൾ ഇറക്കുന്ന സമയത്തായിരുന്നു വല്ലപ്പോഴും എന്നോടൊന്ന് ചിരിക്കുന്നവൻ എൻ്റെ അരികിലേക്ക് വന്ന് തലചൊറിഞ്ഞുകൊണ്ട് ചോദിച്ചത്. കടം ചോദിക്കുന്നവൻ്റെ ആസ്ഥാന സിമ്പലാണല്ലോ തലചൊറിയൽ. ഞാൻ അവനെ തന്നെ നോക്കി. അവൻ്റെ പേരോ നാടോ ആരാണെന്നോ ഒന്നും എനിക്കറിയില്ലായിരുന്നു. ഈ കടയിൽ തന്നെ അവനെ 2 മാസമായി കണ്ടുള്ള പരിചയം മാത്രം. ഉപ്പാക്ക് സുഖമില്ലെന്ന് പറഞ്ഞു വിളിച്ചിരുന്നു വീട്ടിൽ നിന്നും. ഞാനാണ് മൂത്ത ആള്. ബാക്കിയുള്ളവർ പഠിക്കാണ് നാട്ടിൽ. ഈ മാസത്തെ ശമ്പളം മുഴുവൻ ഞാൻ വാങ്ങിച്ചു. കുറച്ച് അഡ്വാൻസും. ഹാർട്ടിന് ബ്ലോക്ക് ഉണ്ടെന്ന് ഉമ്മ വിളിച്ചപ്പോൾ പറഞ്ഞത്. ഇനിയും വേണം കുറച്ച് പൈസ കൂടെ. സർജറി വേണ്ടി വരുമെന്ന് ഡോക്ടർ പറയുന്നേ. അതാ ഞാൻ നിങ്ങളോട് ചോദിച്ചേ. അവൻ്റെ മുഖം കണ്ടാൽ തന്നെ അറിയാം അവന് പൈസക്ക് അത്രയ്ക്ക് അത്യാവശ്യമുണ്ടെന്ന്. പക്ഷേ ഒരു പരിചയമില്ലാത്ത ആൾക്ക് ഞാൻ എങ്ങനെ? എൻ്റെ നൃത്തം കണ്ടിട്ടാണെന്ന് തോന്നുന്നു അവൻ എൻ്റെ കയ്യിലേക്ക് അവൻ്റെ മൊബൈൽ ഫോൺ വെച്ചു തന്നു. ഇക്ക ഇത് വെച്ചോ, ഞാൻ പൈസ തിരികെ തരുമ്പോൾ തന്നാൽ മതി. എനിക്കിവിടെ ആരെയും പരിചയമില്ല. പിന്നെയും പരിചയം വല്ലപ്പോഴും എന്നോട് ചിരിക്കുന്ന നിങ്ങളെയാ. അവൻ പറഞ്ഞതും ആ കണ്ണിലൊരു കുഞ്ഞു ജലകണിക നിറഞ്ഞു എന്നത് ഞാൻ കണ്ടു. ഞാൻ അവൻ്റെ ഫോൺ അവന് തന്നെ കൊടുത്തു. പേഴ്സെടുത്ത് 500 റിയാലിൻ്റെ നോട്ടുകൾ അവന് കൊടുത്തു. താങ്ക്സ് ഇക്ക. ശമ്പളം കിട്ടുന്ന അന്ന് ഞാൻ ഈ പൈസ തരും ഇക്കാക്ക് എന്നും പറഞ്ഞ് എന്നോട് പുഞ്ചിരി തൂകി അവൻ പോയി. പിറ്റേന്ന് പതിവ് പോലെ ഞാൻ ആ കടയിലേക്ക് സാധനം ഇറക്കാൻ പോയി. പക്ഷേ ഇന്നലെ കണ്ടവൻ അവിടെ ഇല്ലായിരുന്നു. പടച്ചോനെ, എൻ്റെ 500. പെട്ടെന്ന് തന്നെ എൻ്റെ മനസ്സിലേക്ക് വന്നത് അതായിരുന്നു. പറ്റിക്കാൻ എളുപ്പം നമ്മൾ മലയാളീസിനെയാണല്ലോ. ജാബിർക്ക, പുതിയ ആളെവിടെ? കൗണ്ടറിലിരിക്കുന്ന ഇക്കയോടായി ഞാൻ ചോദിച്ചു. എടാ, അവൻ ഒരു ഉംറ ചെയ്യാൻ പോയി. അവൻ്റെ ഉപ്പ രാവിലെ മരണപ്പെട്ടു. ഉപ്പാക്ക് വേണ്ടി ഉംറ ചെയ്യാൻ പോയതാ. റബ്ബേ, എന്നോട് പൊറുക്ക് നീ. അവനെ കാണാതായ ഒരു നിമിഷം ഞാൻ എന്താണ് ചിന്തിച്ചു പോയത്? അവന് സമാധാനം കൊടുക്കണേ എന്ന പ്രാർത്ഥനയോടെ ഞാൻ അവിടെ സാധനമിറക്കി അടുത്ത കടയിലേക്ക് പോയി. വൈകുന്നേരം റൂമിലിരിക്കുന്ന സമയത്താണ് എനിക്കൊരു ഫോൺ കോൾ വന്നത്. സലീംക്ക, ഞാനാണ് റഹീസ്. ഏത് റഹീസ്? അങ്ങനെ ഒരാളെ പരിചയമില്ലാത്തത് കൊണ്ട് തന്നെ ഞാൻ ചോദിച്ചു. ഇക്ക, ഞാൻ ഇന്നലെ കടയിലെ ഇക്കാനോട് 500 റിയാൽ വാങ്ങിച്ചില്ലേ, ആ റഹീസ്? അവൻ പറഞ്ഞതും എനിക്ക് ആളെ മനസ്സിലായി. ഞാൻ അവനോട് കാര്യം എന്താണെന്ന് ചോദിച്ചു. ഇക്ക, ഞാൻ നിങ്ങളുടെ റൂമിൻ്റെ താഴെയുണ്ട്. എനിക്ക് റൂം അറിയില്ല. ഞാൻ ആ പൈസ തിരികെ തരാൻ വന്നതാ. ഞാൻ നാട്ടിലേക്ക് പോവാ രാത്രി. അവൻ എന്നോട് പറഞ്ഞതും ഞാൻ വേഗം വസ്ത്രം മാറ്റി പുറത്തേക്ക് ഇറങ്ങി. ഒരു പുഞ്ചിരിയോടെ അവൻ എന്നെ കാത്തുന്ന പോലെ നിൽക്കുന്നുണ്ടായിരുന്നു. ഈ പൈസ ഉപ്പാക്ക് ആവശ്യം വന്നില്ല. ഉപ്പ പോയി. ഞാൻ അറിഞ്ഞു എന്ന പോലെ തലകുലുക്കി. വീട്ടിൽ ഉമ്മയും പെങ്ങളും അനിയനും ഒറ്റക്കാണ്. അവർ ഉപ്പ പോയതിൻ്റെ വേദനയിലാണ്. ഞാൻ പോയിട്ട് വേണം ഒന്ന് സമാധാനപ്പെടുത്താൻ. നേരെയാക്കണം എല്ലാവരെയും. അവൻ പുഞ്ചിരിച്ചും കൊണ്ട് തന്നെ എന്നോട് പറഞ്ഞു. ഇക്കാക്ക് തരാനുള്ള പൈസ തന്നിട്ട് പോകാമെന്ന് കരുതി. അതാ പോകുന്നതിന് മുമ്പ് വന്നേ.
അവൻ എൻ്റെ നേരെ ഇന്നലെ കൊടുത്ത 100-ൻ്റെ 5 നോട്ടുകൾ നീട്ടിക്കൊണ്ട് പറഞ്ഞു. എനിക്ക് ആ പൈസ വാങ്ങിക്കാൻ തോന്നിയില്ല. എൻ്റെ അനിയനെ പോലെ ഉള്ളവൻ, ഉപ്പ പോയിട്ടും കരയാതെ പിടിച്ചു നിൽക്കുന്നവൻ. ആ പൈസ കയ്യിൽ വെച്ചോ, എനിക്കിപ്പോൾ വേണ്ട, ഞാൻ അവനോട് പറഞ്ഞു. ഇക്ക, അതല്ല, ഞാൻ ഇനി ഇങ്ങോട്ട് വരുമോ എന്നറിയില്ല. പൊരുത്തമില്ലാത്തത് ഒന്നും കയ്യിൽ വെക്കരുതെന്ന് ഉപ്പ പറഞ്ഞിട്ടുണ്ട്. അതാ അവൻ എനിക്ക് നേരെ ആ പൈസ വീണ്ടും നീട്ടിക്കൊണ്ട് പറഞ്ഞു. ആര് പറഞ്ഞു എനിക്ക് പൊരുത്തമില്ലെന്ന്? ഞാൻ എൻ്റെ അനിയന് കൊടുത്ത പോലെയാ കാണുന്നത്. അത് നീ വെച്ചോ, നാട്ടിൽ പോയാലും വിളിക്കണം, പൈസക്ക് ആവശ്യം വന്നാലും. ഇക്കയെ പോലെ തന്നെ കണ്ടാൽ മതി. ആ സമയമായിരുന്നു അവൻ്റെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പിയത്. കരയല്ലടാ, കണ്ണു തുടക്ക്. ഞാൻ അവനെ സമാധാനപ്പെടുത്തി എൻ്റെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചു. നല്ല പണി എന്തേലും ഉണ്ടെങ്കിൽ ഞാൻ അറിയിക്കും, ഈ നമ്പറിൽ തന്നെ വിളിച്ചാൽ മതിയെന്നും പറഞ്ഞ് ഞാൻ അവനെ സമാധാനപ്പെടുത്തി പറഞ്ഞു വിട്ടു. അവിടെ നിന്നും പോകുന്ന സമയം എത്രയും അവൻ എന്നെ തിരിഞ്ഞ് നോക്കുന്നുണ്ടായിരുന്നു.